അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സൃഷ്ടികളെയും ലോകത്ത് സൃഷ്ടിച്ചത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണം നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ ശാശ്വതമായിട്ടല്ല, ഇവിടെ ഒരു പരീക്ഷണമായിട്ടാണ്. ഇന്നലത്തെ ഹദീസിന്റെ ബാക്കി വിശദീകരണമാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായുസ് കണക്കാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ 60 ആവാം, 70 ആവാം, അതിലൊക്കെ കുറച്ചാവാം, അതിൽ കൂടുതലാവാം. പ്രത്യേകിച്ച് എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികളിൽ വ്യത്യസ്തമായ 900 വർഷവും അതിലേറെ വർഷവും ഒക്കെ ഇവിടെ ജീവിച്ചു പോയവരുണ്ട്. പക്ഷേ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾ കുറവായിരിക്കുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോ ഈ ദുനിയാവിൽ 60 ആണെങ്കിൽ 60, 70 ആണെങ്കിൽ 70, 80 ആണെങ്കിൽ 80, ഈ ദുനിയാവിൽ പ്രായപൂർത്തിയായ കാലം മുതൽ അവൻ എന്ത് ചെയ്യുന്നുവോ അതിനെക്കുറിച്ചൊക്കെയും അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പുള്ള അവസ്ഥയല്ല, അതായത് കുട്ടിയാവുമ്പോഴുള്ള അവസ്ഥയല്ല. കുട്ടിയായി അവൻ വലുതായതിന് ശേഷം, അഥവാ പ്രായപൂർത്തി എത്തിയതിന് ശേഷം അവൻ്റെ നന്മ തിന്മകളൊക്കെയും എഴുതപ്പെടുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. 2 മലക്കുകളെ അതിനു വേണ്ടി പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ ജീവിതത്തിൽ നമുക്ക് നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ഫർളായ കാര്യങ്ങൾ, നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ എടുക്കൽ നിർബന്ധമാണ്. ഐച്ഛികമായ കാര്യങ്ങളുണ്ട്, ചെയ്താലും ഇല്ല, ചെയ്തിട്ടില്ലെങ്കിലും ഇല്ല, ചെയ്താൽ കൂലി കിട്ടും, ചെയ്യാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ. അതേപോലെ തന്നെ മറ്റൊന്നാണ് ചെയ്യാൻ പറ്റാത്തത്, ഹറാമായ കാര്യങ്ങൾ. അത് ചെയ്യാതിരിക്കുകയും വേണം, നിർബന്ധമായും ചെയ്യാതിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഓരോന്നിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇമാമിയങ്ങളിലൂടെ നമുക്കതിനെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഒരു വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ശൈലിയും ജീവിത രീതിയും. അതാണ് തോന്നിയതുപോലെ ജീവിക്കലല്ല, ഏതെങ്കിലും രീതിയിൽ ജീവിച്ച് ഇവിടെ വെച്ച് മരിച്ചു പോവുക എന്നല്ല, തോന്നിയതുപോലെയുള്ള ജീവിതമല്ല. മറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ചു കാണിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ രീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കും ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, ഈ ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെയാവണം. മോഹങ്ങളും അതേപോലെ തന്നെ അരുതായ്മകളും ഒക്കെ ദീനിന് വിരുദ്ധമായും അതേപോലെ തന്നെ ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്നെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതകളിലേക്കൊന്നും പോകരുത്. മറിച്ച് കൃത്യമായ ജീവിതം നയിച്ചുകൊണ്ട്
ഗരീബൻ, നീ ഒരു വിദേശിയെ പോലെ എപ്പോഴും ഞാൻ മരിക്കാം എന്ന രീതിയിൽ തന്നെ, എപ്പോഴും ഞാൻ ഈ ലോകത്ത് നിന്ന് പോവാമെന്ന രീതിയിൽ തന്നെ, അത്തരം ഒരു മനസ്സുള്ളതോടുകൂടെ തന്നെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ എല്ലാ സുഖങ്ങളെയും കെടുത്തിക്കളയുന്ന, എല്ലാ രസത്തെയും ഇല്ലാതായി കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നാണ്. അപ്പൊ കുൻഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, എന്നൊന്നും ജീവിക്കുന്നവനെ പോലെ നീ ഒരിക്കലും തന്നെ വിചാരിക്കരുത് എന്നൊന്നും ജീവിക്കുന്നില്ല, മറിച്ച് താൽക്കാലികമാണ്, എൻ്റെ ജീവിതം താൽക്കാലികമാണ്, ഇവിടെയല്ല, എനിക്ക് ആഖിറത്തിലാണ് വിജയിക്കേണ്ടത് എന്ന ഒരു നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഉദ്കുറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഓരോ മനുഷ്യനും നേരം വെളുക്കുന്ന സമയത്ത് ഓരോ ദിവസവും വന്നിട്ട് പറയും, യബ്ന ആദം, ആദം സന്തതിയെ, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടി സൃഷ്ടിച്ച അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്. വ്യാഴാഴ്ച ദിവസമാണ്, വ്യാഴാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം വന്ന് പറയും നമ്മളോട്. എന്നിട്ട് പറയും, നീ നല്ലതുപോലെ എന്നെ ഉപയോഗപ്പെടുത്തിക്കോ, നിന്റെ ആയുസ്സിൽ ഇന്നല്ലാതെ ഞാൻ അടുത്ത ദിവസം വരൂല, ഇന്ന് ഞാൻ പോയാൽ ലാ ഊദു അബദാ, ഞാൻ പിന്നെ ഖിയാമത്ത് നാൾ വരെ തിരിച്ചു വരൂല. അതുകൊണ്ട് ഏത് ദിവസത്തെയും ആ ദിവസം, കിട്ടിയ ദിവസം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ദിവസത്തെ ഉപയോഗപ്പെടുത്തണം. എന്തിനു വേണ്ടി? പരലോകത്തേക്ക് വേണ്ടി. ചില സഹാബികളൊക്കെ വൈകുന്നേരമായിട്ട്, പടച്ചോനെ, എൻ്റെ ഇന്നത്തെ ദിവസം എന്താണ്, നന്മ കൂടുതലാണോ തിന്മ കൂടുതലാണോ എന്നവർ പരിശോധിക്കുകയും, അതല്ലെങ്കിൽ നന്മ കുറഞ്ഞു പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ തിന്മ കൂടി പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ വിലപിച്ച് കരയുകയും ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാഹു തന്ന ദിവസങ്ങൾ, അല്ലാഹു തന്ന മണിക്കൂറുകൾ, അല്ലാഹു തന്ന മിനിറ്റുകൾ നാം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന നല്ലൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. കാരണം എന്തെന്നറിയോ, ഈ മിനിറ്റുകളോ, ഈ ദിവസങ്ങളോ, ഈ മണിക്കൂറുകളോ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ മടങ്ങി വരികയേ ഇല്ല. അതുകൊണ്ട് മടങ്ങി വരാത്ത സമയമാണ് ഇത്, വിലപ്പെട്ട സമയമാണ്, അമൂല്യമായ സമയമാണ് ഇത്, ശാശ്വതമായ സമയമല്ല എന്ന് മനസ്സിലാക്കി ജീവിതത്തിന്റെ നല്ല നാളുകളെ ഉപയോഗപ്പെടുത്തുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.